പ്രകാശി വല്ലതും ചവയ്ക്കാൻ പറ്റണ്ടോ? ഈ സൈഡ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാടാ പോയി. പല്ല് പോയ വലിയ പാടാ. കേട്ടിട്ടില്ലേ പല്ല് ഒഴിഞ്ഞ സിംഹം? നിങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, പൊതുവേ പറഞ്ഞാണ്. എൻ്റെ വേണുകുട്ടാ, എനിക്കൊരു തോന്നല്. എന്നാ? ഈ കേടായ പല്ലുണ്ടല്ലോ, ഇത് പറിച്ച് കളഞ്ഞിട്ടൊരു സ്വർണത്തിന്റെ പല്ല് വെച്ചാലോ? വെക്കണം, അത് അന്തസ്സാണ്. ആ പല്ല് വെച്ച് പ്രകാശി ചിരിച്ചാണ്ടല്ലോ, അതൊരു 1.5 അന്തസ്സാണ്. അയ്യോ, പല്ല് വെച്ചിട്ട് ചിരിച്ചാൽ മതി. പിന്നെ പല്ല് കെട്ടുമ്പോഴേ ആ ഫ്രണ്ടിലൊരു മൊയൽ പല്ല് കാണുന്നില്ല, 2 അതോടെ ഒന്ന് കെട്ടിക്കോ. അയ്യോ, സ്വർണം വെച്ചും ഓക്കെ. പിന്നെ എൻ്റെ അച്ഛനെ 3 സ്വർണ്ണപ്പല്ലുണ്ടായിരുന്നു. അതിന്റെ അന്തസ് ഇപ്പോഴും പുള്ളിക്കൊണ്ട്. മരിച്ചു കഴിഞ്ഞിട്ടും അതല്ല പറഞ്ഞത്, ഇപ്പോഴും ഉണ്ടല്ലോ. നിങ്ങൾ റോഡ് നടന്നു പോകുമ്പോ ഉണ്ടല്ലോ, ആൾക്കാർ പറഞ്ഞെന്നറിയോ, സ്വർണ്ണപ്പല്ലിന്റെ മോൻ പോണു, സ്വർണ്ണപ്പല്ലിന്റെ മോൻ പോണെന്നാണ്. പിന്നെ നിങ്ങളുടെ പേരെ ആരും മെൻഷൻ ചെയ്യാറില്ല. ഞാൻ കേൾക്കുന്നല്ലേ. പല്ല് വെക്കണം, ഉറപ്പായിട്ടും വെക്കും. എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു പല്ലെങ്കിലും വെക്കണം. ഒരു പല്ലേ ഉള്ളൂ കേട്, അത് മാറ്റിട്ട് ഒരെണ്ണം വെക്കാൻ പുതിയത് മതി. എന്നാലും പ്രകാശി, എനിക്കതല്ല സംശയം, നിങ്ങളുടെ അച്ഛന്റെ ഈ 3 പല്ല് സ്വർണ്ണപ്പല്ല് എവിടെ പോയി? അതും മരിച്ചപ്പോ ദഹിപ്പിച്ചപ്പോ അങ്ങ് പോയി കാണും. എന്നതാ ഈ പറയണത്? ദഹിപ്പിക്കാൻ നേരത്തെ ദേഹത്തിന് സ്വർണ്ണം കൂരി മാറ്റിയിട്ടല്ലേ കർമ്മം ചെയ്യുള്ളൂ? ആണോ? പിന്നല്ലാതെ. അപ്പൊ അതെവിടെ പോയി? അതാണ്. ഇനി അമ്മയെങ്ങാനും എടുത്ത് വെച്ചിട്ടുണ്ടാവോ? നിങ്ങളുടെ അമ്മ പറയാൻ പറ്റിയല്ല, അതൊന്നും ആലോചിക്കേണ്ട വിഷയമാണ്. അന്ന് അമ്മ ഉണ്ടായിരുന്നു, നമ്മുടെ പെങ്ങളും ഉണ്ടായിരുന്നു. ആണോ? വന്നേ, നമുക്ക് മാറി സംസാരിക്കാം. വാ. അമ്മേ, തിന്നാനൊന്നും ആയില്ല. ഞങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ. ഞങ്ങള് തിന്നാമെന്നൊന്നുമല്ല. അല്ല, എൻ്റെ മക്കൾ അടുക്കളയിൽ വരുന്നത് ഭക്ഷണം കഴിക്കാനല്ലേ. അമ്മ സോറി പറയണം മക്കളോട്? വേണ്ട അല്ലേ? അതെ, അമ്മേന്റെ മൂത്ത മോന്റെ കയ്യിലിരിപ്പിനെ പറ്റി പറയാൻ വന്നതാ ഞങ്ങള്. ആര്? നീയോ? നിന്റെ കഥകൾ നീ എന്നെ കൊണ്ട് അധികം അങ്ങ് പറയിപ്പിക്കല്ലേ. അതെ, അമ്മേന്റെ മോന്റെ പേരും പറഞ്ഞ് പെമ്പിളേര് വീട്ടിൽ കയറി ഇറങ്ങുമ്പോ അമ്മയ്ക്ക് മനസ്സിലായിക്കോളും. അനാവശ്യം പറയുന്ന സത്തെ. എന്റെ പൊന്നമ്മ എന്താ അനാവശ്യം? അവൻ കാണിക്കുന്നതാണ് അനാവശ്യങ്ങളൊക്കെ. അമ്മ ഞാൻ ഒരു കാര്യം പറയാം, ഈ നാട്ടിലുള്ള എല്ലാ പെൺപിള്ളേരും അവൻ വഴിതെറ്റിക്കുന്നുണ്ട്. അല്ല, അവൻ ആരെയാണ് ഫുൾ ടൈം ഫോൺ വിളിച്ചോണ്ടിരിക്കണേ? അറിയോ അമ്മയ്ക്ക്? അതവൻ അവന്റെ ഫ്രണ്ട്സിനെ ആയിരിക്കും വിളിക്കുന്നത്. എന്റെ പൊന്നമ്മ, അമ്മയ്ക്ക് ഈ ജനറേഷനെ പറ്റിട്ടൊരു കുന്തം അറിയത്തില്ല. നിങ്ങൾ കണ്ടോ? കണ്ടു. എന്ത് കണ്ടു? വഴിതെറ്റിക്കുന്നത്. എങ്ങനെ വഴിതെറ്റിക്കുന്നത്? അതൊന്നും പറയാൻ പറ്റില്ല. അതൊന്നും അമ്മയുടെ അടുത്ത് പറയാൻ പറ്റില്ല. അത് പറഞ്ഞിട്ട് പോയാ മതി. എന്റെ പൊന്നമ്മ, അതൊന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങളാ. അപ്പൊ പിന്നെ എന്ത് പറയാനാ ഇങ്ങോട്ട് വന്നേ? അമ്മയ്ക്കൊരു ക്ലൂ തരണ്ടേ? അത്ര ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എല്ലാ കാര്യമൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്തോ ഉടായ്പ സാധിക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ ഇപ്പൊ ചെക്കനെ കുറ്റം പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്? അല്ല എന്താ കണ്ടതെന്ന് വെച്ചാൽ എന്നോട് അത് തുറന്നു പറ. എന്താ കണ്ടത്? ഞാനല്ലേ അത് പരിഹരിക്കേണ്ടത് അല്ലേ? അമ്മയടുത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. ഞാൻ അറിയാത്ത എന്ത് കാര്യങ്ങളാ? അതൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ആ വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വരെ എത്തിയത്. ഞാൻ അറിയാത്ത എന്ത് കാര്യങ്ങളാ ഉള്ളതെന്ന് വെച്ചാൽ എന്നോട് തുറന്നു പറ. എന്താ പറയടി? പറയാനില്ലേ? എന്നാ പിന്നെ പോ. എന്താ ആങ്ങളെയാണ് പാര വെക്കാൻ വന്നിരിക്കുന്നു. ആസത്തുക്കള് ഉള്ള ഉടായ്പ തേച്ചും കൈമലുണ്ട് രണ്ടിരുതും.